ഇനി നമ്മൾ പോകുന്നത് അങ്ങ് വടക്കേയറ്റത്തുള്ള കാസർഗോട്ടേക്ക്, ചന്ദ്രഗിരി പുഴയുടെ കാസർഗോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ഇത്തവണ ചിരി ആരുടേതായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. കഴിഞ്ഞ തവണത്തെ 2019 തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ നമ്മുടെ മുന്നിലുണ്ട്. UDF 43.18% വോട്ട് നേടി അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ച മണ്ഡലമാണ്. LDFന് ലഭിച്ചത് 39.05%, NDAക്ക് ലഭിച്ചത് 16%. ഇതുവരെ നമ്മൾ വിശകലനം ചെയ്ത 3 മണ്ഡലങ്ങളിൽ NDAക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്, 16%. മഞ്ചേശ്വരം അടക്കം ഉൾപ്പെടുന്ന കാസർഗോഡ് മണ്ഡലം NDA 16%, LDF 39.05%, UDF 43.18% എന്നതാണ് കണക്ക്. ഇവിടെയും ചില കൗതുകകരമായ കണക്കുകൾ ഉള്ളത്, ഈ കാസർഗോഡിന്റെ മണ്ഡലങ്ങളിലെ പല കോൺസ്റ്റിറ്റ്യുവൻസി സെഗ്മെന്റ്സുകളും ഇടതുമുന്നണിക്ക് വളരെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. കല്യാശ്ശേരി പോലെ, പയ്യന്നൂർ പോലെ ഒക്കെ ഇടതുമുന്നണിക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. 2 ഇടങ്ങളിൽ മാത്രമാണ് UDFന്റെ MLA-മാരുള്ളത്, ലീഗിന്റെ കോട്ടകൾ. ഒന്ന് മഞ്ചേശ്വരത്ത് ഉള്ള MLA, ഒപ്പം കാസർഗോഡ് മഞ്ചേശ്വരം. ഇത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 4 ഇടതുമുന്നണിയാണ്. അതിൽ 2 ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളുമാണ്. കല്യാശ്ശേരിക്കാരനായ ഒരാളെ ഇറക്കുമോ സാധ്യതാ പട്ടികയിൽ? അതെ, അപ്പോൾ സാധ്യതാ പട്ടികയിലേക്ക് നമുക്ക് വരാം. ശരി, സാധ്യതാ പട്ടികയിലേക്ക് എത്തിയാൽ കാസർഗോഡ് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റ പേര് മാത്രം, ഒരേ ഒരു പേര്, MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇടതുകോട്ട കുലുക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ. അതെ, ഇത്തവണയും ഇടതുകോട്ട കുലുക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിയുമോ എന്നതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കൗണ്ടർ ചെക്കായി LDF ആലോചിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ: 1 TV രാജേഷ്, 2 VPP മുസ്തഫ, 3 MV ബാലകൃഷ്ണൻ. ഈ 3 പേരുടെ പേരാണ് ഇടതുമുന്നണി പരിഗണിക്കുന്നത്. ഇതിൽ VPP മുസ്തഫയെ പ്രേക്ഷകർക്ക് ടെലിവിഷൻ ചർച്ചകളിലൂടെയും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അറിയാം. ഒപ്പം തന്നെ ഗോവിന്ദ മാഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. TV രാജേഷ് വളരെ കരുത്തനായ MLA ആയിരുന്നു. കല്യാശ്ശേരിയിൽ വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. MV ബാലകൃഷ്ണൻ പാർട്ടിയുടെ കാസർഗോഡ് മണ്ഡലത്തിലെ ശക്തനായ നേതാവുമാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്, കാസർഗോഡ് മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവിടെ എപ്പോഴും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കുന്നതെന്ന് കാണാം. AKG മുതൽ ഇങ്ങോട്ട് എടുത്താൽ അവസാനം P കരുണാകരൻ വരെയുള്ളവരൊക്കെ അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ നിന്ന് വിജയിച്ചു വരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ VPP മുസ്തഫയുടെ ഒരു സാധ്യത അവിടെ കാണുന്നില്ല. അതേസമയം TV രാജേഷ് വലിയ സാധ്യതയാണ്. കാരണം എന്താ വെച്ചാൽ പയ്യന്നൂരും ഈ കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന് കല്യാശ്ശേരി വരുന്നത്, കല്യാശ്ശേരി വിജയിച്ചിട്ടുള്ള MLA ആണ്. അതുപോലെ തന്നെ പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി ആരാണ്? TV രാജേഷാണ് പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി. ആ അർത്ഥത്തിൽ TV രാജേഷിന് വലിയ സാധ്യതയാണ്. MV ബാലകൃഷ്ണൻ നിശ്ചയമായും അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയി. കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം മറക്കണ്ട, 40,438 എന്നതാണ് ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 1984 ശേഷം ഇടതുമുന്നണിയെ മാത്രം ജയിപ്പിച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. അതെ, P കരുണാകരൻ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലവുമാണ് കാസർഗോഡ്. എന്നാൽ അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു നല്ല ഫേസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുണ്ടറ മണ്ഡലത്തെ MA ബേബിക്കെതിരായിട്ട് മത്സരിച്ചു തോറ്റു. തളിപ്പറമ്പിൽ വന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് മത്സരിച്ചു തോറ്റു. അങ്ങനെ ഒരു തോൽവികൾ പലതവണ ഈ പറയുന്ന ഒരു ബലിയാടാക്കപ്പെടുന്നയാളായിരുന്നു പലപ്പോഴും. നല്ല ഒരു മണ്ഡലം മത്സരിക്കാൻ കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ കാസർഗോട്ടേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അയക്കുന്നത്, ഒരു പ്രതീക്ഷയും ഇല്ലാതെ. അപ്പോഴാണ് അവിടെ വിജയിച്ചു വരുന്നത്. VPP മുസ്തഫയും പാർട്ടി കാസർഗോഡിന്റെ സംഘടനാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കൂടുതൽ ജനകീയ ഇടപെടൽ നടത്താനുള്ള അവസരം ഒരുക്കാനാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി കാസർഗോട്ടേക്ക് വിട്ടത്. അപ്പോൾ അത് NDA സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിച്ചു വരാം. PK കൃഷ്ണദാസിനെയോ രവീശ് തന്ത്രി കുണ്ടാറയോ ആയിരിക്കും NDA സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത എന്നാണ് നമ്മളുടെ കാസർഗോഡ് ബ്യൂറോയും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല പെർഫോമൻസ് ആണ് രവീശ് തന്ത്രി കാഴ്ചവെച്ചത്. അതെ, 1.25 ലക്ഷം വോട്ട് അവിടെ സമാഹരിച്ചു എന്നുള്ളത് 1,26,000 വോട്ടുകളാണ് സമാഹരിച്ചത് രവീശ് തന്ത്രി. അതെ. അപ്പോൾ നമുക്കൊപ്പം അർജുൻ ഹേമ കൂടി ചേരുന്നുണ്ട്. അർജുൻ, ഹേമ, ഏറ്റവും ഒടുവിലത്തെ സാധ്യതകളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, TV രാജേഷിനെ തന്നെ ആയിരിക്കുമോ അതോ VPP മുസ്തഫയിലേക്ക് എത്തുമോ LDF എന്നുള്ളതാണ്. തീർച്ചയായും മിക്കവാറും TV രാജേഷിന് തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന ഒരു വിവരം. അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഡോക്ടർ അരുൺകുമാർ, നിലവിൽ കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി LDFിൻ്റെ കോട്ടയെന്ന് തന്നെയാണ് ഈ കാസർഗോഡിനെ വിശേഷിപ്പിക്കാനുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയൊരു അട്ടിമറി വിജയമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ അട്ടിമറി വിജയത്തിന് മുൻപ് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് LDFിൻ്റെ കോട്ട തന്നെയായിരുന്നു കാസർഗോഡ്. ആ
കോട്ട തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പകരക്കാരനില്ലാതെ UDF-ൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാകും മത്സരിക്കുക. അതിനൊരു മാറ്റവുമില്ല എന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. LDF-ൽ VPP മുസ്തഫ, TV രാജേഷ്, അതുപോലെ തന്നെ MP ബാലകൃഷ്ണൻ എന്നീ 3 പേരുകളാണ് പ്രധാനമായും പറയാനുള്ളത്. ശ്രീജിത്ത്, കാസർഗോഡ് ഇത്തവണ LDF തങ്ങളുടെ ഉറച്ച പ്രതീക്ഷയായിട്ട് കണക്കുകൂട്ടുന്ന മണ്ഡലമാണ്. TV രാജേഷിനെ ഇറക്കി കളം പിടിക്കുക എന്ന തന്ത്രമാണ് ഏറ്റവും ഒടുവിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ആദ്യഘട്ടത്തിൽ വി ഗോവിന്ദ മാഷിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് VPP മുസ്തഫയെ കാസർഗോഡിന്റെ ചുമതലയുമായി അയക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയും ആ ഘട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ LDF വളരെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. എന്താണ് സാധ്യതകൾ? അരുൺ, ഉറപ്പായും LDF ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, പയ്യന്നൂർ, കല്യാശ്ശേരി, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഒരു പരിധിവരെ ഉദുമ. ഈ 4 മണ്ഡലങ്ങൾ എടുത്താൽ LDF-ന് വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ഈ കാസർഗോഡ്. കഴിഞ്ഞ തവണ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പെരിയ ഇരട്ടക്കൊല സൃഷ്ടിച്ച തരംഗത്തിലുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറി ജയം അവിടെ നേടിയത്. എന്നാൽ ഇത്തവണ അത്രത്തോളം സാധ്യമാകുമോ എന്ന കാര്യം പ്രശ്നമുണ്ട്. മാത്രമല്ല, കോൺഗ്രസിലെ DCC നേതൃത്വമടക്കം രാജ്മോഹൻ ഉണ്ണിത്താനെ എതിർക്കുന്നുണ്ട്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തമ്മിലുള്ള ബന്ധം പോലും അവിടെ അത്ര സുഖകരമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉറച്ച വിജയപ്രതീക്ഷയുള്ള LDF-ന്റെ മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് ഉറപ്പിച്ച് ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ 2 പേരുകൾ ആണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഒന്ന്, നേരത്തെ അർജുൻ ഹേമ റിപ്പോർട്ട് ചെയ്തതുപോലെ TV രാജേഷ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ TV രാജേഷ്, ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അംഗമായ ഡോക്ടർ VPP മുസ്തഫ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. എന്നാൽ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ ജയിച്ചു വന്നവരെല്ലാം ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് VPP മുസ്തഫയ്ക്ക് അവിടെ പരിഗണിക്കാൻ പെടുമോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങൾ പാർട്ടിക്കകത്തും ഉള്ളവർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മണ്ഡലത്തിന്റെ ഒരു ഡെമോഗ്രാഫി എടുത്താൽ വലിയ തോതിൽ മുസ്ലിം ജനവിഭാഗങ്ങളുള്ള മണ്ഡലമാണ്. മഞ്ചേശ്വരം എടുത്താൽ, കാസർഗോഡ് എടുത്താൽ, കാഞ്ഞങ്ങാട് എടുത്താൽ, ഒപ്പം തന്നെ തൃക്കരിപ്പൂരിന്റെ ഭാഗങ്ങളൊക്കെ എടുത്താൽ അവിടെ മുസ്ലിം പോപ്പുലേഷൻ വലിയ തോതിലുണ്ട്. അത്തരം ഒരു പരീക്ഷണത്തിന് പാർട്ടി CPM തയ്യാറായാൽ VPP മുസ്തഫയ്ക്ക് തന്നെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി കണക്കിലെടുക്കണം. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരാളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം അവിടുത്തെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിലയ്ക്കാണ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണ മാസ്റ്ററുടെ പേര് കൂടി അവിടെ വരുന്നത്. എന്തായാലും TV രാജേഷ്, VPP മുസ്തഫ തുടങ്ങിയ പേരുകൾക്കായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക. എന്നാൽ ഇത്തവണ UDF-ന്റെ അവിടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും മറ്റുള്ള ആളുകളുമായി ഉള്ള പ്രശ്നങ്ങൾ, അവിടെ ഉണ്ണിത്താൻ ഏറ്റവും വലിയ പിന്തുണ ലീഗിൽ നിന്നാണ്. ലീഗ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഒപ്പം തന്നെ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം അവിടെ